ബ്ലിങ്കിറ്റ് കണ്ടില്ലേ, ഇന്ന് വളരെ ട്രമൻഡസ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്ലിങ്കിറ്റ്. ഇതിനെക്കാട്ടും ട്രമൻഡസ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്യുക്കോം സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാം, പറഞ്ഞുതരാം ബാ. ഡെൻസോ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു, ഒരു ക്യുക്കോം സ്റ്റാർട്ടപ്പ് ആണ്. സോ വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റ് പെനട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്. ആരെടുത്തു നിന്നാണ്? സാക്ഷാൽ റിലയൻസിന്റെ അടുത്ത് നിന്നാണ് ഇത് എടുക്കുന്നത്. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിലയൻസിന്റെ അടുത്ത് നിന്ന് ഇവർ 200 മില്യൺ റേസ് ചെയ്തു. 200 മില്യൺ ഒരിക്കലും ഇവർക്ക് ഒരു ദൈവത്തിന്റെ കൈയായിരുന്നില്ല. ആ 200 മില്യൺ എന്തായിരുന്നു? ഇവരുടെ ബാങ്ക്രപ്സിയിലേക്കുള്ള ഇവരുടെ ഒരു വഴിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് വന്നതോടുകൂടി റിലയൻസിന് ഇവരുടെ കമ്പനിയിൽ നല്ലൊരു പവർ വന്നു. അപ്പം ഇവർക്ക് വീണ്ടും ഇപ്പൊ നമുക്കറിയാം, ക്യുക്കോം എന്ന് പറഞ്ഞാൽ ഹൈലി മണി ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. സെപ്റ്റോ ആണെങ്കിലും ബ്ലിങ്കിറ്റ് ആണെങ്കിലും ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും ഹൈലി മണി ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ടൈമിലേക്ക് ഇവർക്ക് വീണ്ടും ഫണ്ട് വേണം ബ്ലീഡ് ചെയ്യാൻ. പക്ഷേ റിലയൻസിന് ഇതിൽ വലിയൊരു പവർ ഉള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രാ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ റിലയൻസ് എന്ത് ചെയ്യുന്നില്ല, ഇവരെ അലോ ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് റിലയൻസ് സോഴ്സ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർ ഈ ട്രാപ്പിൽ കുടുങ്ങി. ആ സമയത്ത് ഇപ്പുറത്ത് ബ്ലിങ്കിറ്റ് ആണെങ്കിലും ഇൻസ്റ്റാമാർട്ട് ആണെങ്കിലും സെപ്റ്റോ ആണെങ്കിലും അഗ്രസീവ്ലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്ക് സ്പെൻഡ് ചെയ്യാൻ ഇവരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, ബ്ലീഡ് ചെയ്യാൻ പൈസ ഇല്ല, ഇവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പൈസ ഇല്ല, ഒന്നുമില്ലാതെ ഇവർ കംപ്ലീറ്റ്ലി ലോക്കായി. ലിറ്ററലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റോട് കൂടിയിട്ട് ഡെൻസോ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിന്റെ ഗ്രോത്ത് താഴോട്ടാണ് നമ്മൾ കാണുന്നത്. അതൊരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയൊക്കെയാണ് നോക്കിയിട്ട് എടുക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സും എന്തല്ല നമ്മളെ സേവ് ചെയ്യാനോ നമ്മളെ രക്ഷപ്പെടുത്താനോ അല്ല, അത് നമുക്ക് എപ്പോഴും മൈൻഡിൽ വേണം.